തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത മുഖ്യമന്ത്രി ചർച്ചകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു. ചർച്ചകൾ പരിധി ലംഘിച്ചുവെന്നും മുതിർന്ന നേതാക്കളെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും AICC വിലയിരുത്തി. ഇതോടെ സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾ കർശനമായി നിയന്ത്രിക്കാൻ KPCCക്ക് ഹൈക്കമാൻഡ് അടിയന്തര നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള പരസ്യമായ അവകാശവാദങ്ങളിൽ ഘടകകക്ഷികൾ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചതാണ് ഹൈക്കമാൻഡിനെ പ്രകോപിപ്പിച്ചത്. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മുഹമ്മദ് ഷിയാസ് തുടങ്ങിയ ചർച്ചകൾ പിന്നീട് ഗ്രൂപ്പ് പോരിലേക്കും സൈബർ ആക്രമണങ്ങളിലേക്കും വഴിമാറുകയായിരുന്നു. ഇത് മുന്നണിയുടെ ഐക്യത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ദേശീയ നേതൃത്വം. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി നേതാക്കളെ വ്യക്തിഹത്യ ചെയ്യുന്നത് KPCC യോഗത്തിൽ രൂക്ഷമായി ഉന്നയിക്കപ്പെട്ടു. ഇലക്ഷൻ 2026 VDS എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നതായാണ് ഉയർന്നിരിക്കുന്ന പ്രധാന ആരോപണം. പാർട്ടിക്കുള്ളിലെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വിമല ബിനുവിനെതിരെ സംഘടനാപരമായ നടപടി വേണമെന്ന് ദീപ്തി മേരി വർഗീസ്, MR അഭിലാഷ്, മടക്കാട് സുരേഷ് എന്നിവർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. മുതിർന്ന നേതാക്കളെ പോലും അധിക്ഷേപിക്കുന്ന സൈബർ പോരാളികൾക്ക് ചില നേതാക്കളുടെ മൗന അനുവാദമുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വിഷയത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇലക്ഷൻ 2026 VDS എന്ന ഗ്രൂപ്പിലെ ചാറ്റുകളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ചു. AICC സെക്രട്ടറി റോജി M ജോൺ, പ്രവർത്തന സമിതി അംഗം K സുധാകരൻ എന്നിവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ ഗ്രൂപ്പിൽ പ്രചരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം പ്രവണതകൾ വെച്ച് പൊറുപ്പിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. KC വേണുഗോപാലിനെതിരെ ആസൂത്രിതമായ പ്രചാരണം നടത്താൻ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഹ്വാനം ഉണ്ടായതായതാണ് വിവരം. വേണുഗോപാലിനെ പിന്തുണച്ച പോസ്റ്റിട്ട റോജി M ജോണിന്റെ കമന്റ് ബോക്സിൽ പോയി അധിക്ഷേപിക്കാൻ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റോജിക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായത്. ഒരു പ്രമുഖ നേതാവിന് വേണ്ടി PR വർക്ക് നടത്തുന്നവരാണ് ഈ ഗ്രൂപ്പിന് പിന്നിലെന്നാണ് സൂചന. ചില നേതാക്കളുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും വിശ്വസ്തരും ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാണെന്ന റിപ്പോർട്ടുകൾ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുണ്ട്. വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് പല നേതാക്കളെയും വേട്ടയാടുന്നത്. നേതാക്കളെ അപമാനിക്കുന്നുവെന്ന് കാണിച്ച് KPCC ഇതിനകം തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വ്യാജ അക്കൗണ്ടുകൾക്ക് പിന്നിലെ വ്യക്തികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പാർട്ടിക്കുള്ളിലെ തന്നെ സൈബർ സെല്ലിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കേണ്ട പ്ലാറ്റ്ഫോമുകൾ സ്വന്തം നേതാക്കളെ തകർക്കാൻ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് AICCയുടെ നിലപാട്. ഗ്രൂപ്പ് വൈര്യം പാർട്ടിയുടെ വിജയ സാധ്യതയെ ബാധിക്കുമെന്ന് ദീപാദാസ് മുൻഷി മുന്നറിയിപ്പ് നൽകി. നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്നും വോട്ടെണ്ണലിന് ശേഷം പാർട്ടി കൂട്ടായി തീരുമാനമെടുക്കുമെന്നും ഹൈക്കമാൻഡ് വ്യക്തമാക്കി. PR ഏജൻസികളെ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം തരംതാണ നീക്കങ്ങൾ അവസാനിപ്പിക്കാത്ത പക്ഷം കർശനമായ അച്ചടക്ക നടപടികളിലേക്ക് കടക്കാനാണ് KPCCയുടെയും തീരുമാനം.